ജപ്പാനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും എന്തെങ്കിലും ഒരു പ്രത്യേകത പറയാൻ കാണും. 2019 ഒരു യാത്രയുടെ കഥ പറയാം. ഷിരോയിത്തോ വാട്ടർഫാൾസ്. ഒരു മലയുടെ പകുതി ഭാഗത്തു നിന്നും വെള്ളനൂലുകൾ അടുക്കി കൂട്ടമായി ഇട്ടേക്കുന്ന കണക്കാണ് ഈ വെള്ളച്ചാട്ടം കാണുന്നത്. ജപ്പാനിലെ നഗാനോ പ്രിഫെക്ചറിലെ കരുയിസാവ എന്ന സ്ഥലത്താണ് ഈ ഷിരോയിത്തോ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഇത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നുവെന്ന്? അസാമ എന്ന അഗ്നിപർവ്വതത്തിൽ പെയ്യുന്ന മഴ അവിടുത്തെ ഭൂഗർഭ അറകളിൽ ശേഖരിക്കപ്പെടുകയും 6 വർഷം കൊണ്ട് ഒഴുകി ഇവിടെ എത്തുകയും ഇവിടുത്തെ ജലസ്രോതസ്സായി മാറുകയുമാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാ മരം വീണ് കിടക്കുന്ന കാണും. ഫക്സായി ചുഴലിക്കാറ്റായിരിക്കും കാരണക്കാരൻ. ലസ്സി അടിച്ചെടുക്കുമ്പോൾ പൊങ്ങി വരുന്ന കണ്ടിട്ടില്ലേ? ഈ വെള്ളം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ ഷിരോയിത്തോ വാട്ടർഫാൾസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മലയുടെ പകുതിക്ക് നിന്ന് വെള്ളം വരുന്നത് ശ്രദ്ധിച്ചോ? ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചേക്കുന്ന പോലെയും അതിൻ്റെ മൂടിയുടെ ഇടയിലൂടെ കവിഞ്ഞൊഴുകുന്ന വെള്ളം പോലെയുമാണ് ഇത് കാണപ്പെടുന്നത്. നമ്മുടെ ഹൈ റേഞ്ചുകളിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഉറവയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് അരുവികൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ വലിയൊരു രൂപം. കാണാൻ എന്ത് ഭംഗിയാണ്. എൻ്റെ മുകളിൽ പച്ചപ്പരവതാനി, അവിടെ എങ്ങും വെള്ളമില്ല, ഇടയ്ക്ക് നിന്ന് വെള്ളം ഒഴുകി വരുന്നു. പ്രകൃതിയുടെ വികൃതി തന്നെ. ഇപ്പോഴെന്റെ മനസ്സിലേക്ക് ഒരു ചലച്ചിത്ര ഗാനമാണ് കടന്നു വന്നത്. വെള്ളിച്ചില്ലു വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം, എങ്ങാണു സംഗമം. ഹൈടെക് മനുഷ്യരുടേതാണ് ജപ്പാൻ, പക്ഷെ അന്ധവിശ്വാസങ്ങൾക്ക് ഒരു കുറവില്ല. നോക്കി, 5 തന്നെ, 10 തന്നെ, 100 തന്നെ. തൊട്ടുകളടക്കം നോക്കി. വെള്ളച്ചാട്ടത്തെ കുറച്ചുകൂടെ അടുത്ത് കാണാൻ ശ്രമിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അസാമ എന്ന അഗ്നിപർവ്വതത്തിലെ ഉത്ഭവവും 6 വർഷം കൊണ്ട് ഇവിടെ ഒഴുകിയെത്തുന്നതും എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് വായിക്കാവുന്നതാണ്. കൂടെ ഉണ്ടായിരുന്ന മുരുകൻ സാനും പ്രകാശ് സാനും ഒക്കെ ആയിട്ടൊരു സ്നാപ്പ്. ഇത്രയും ശുദ്ധജലത്തിൽ നിന്ന് അല്പമെങ്കിലും എടുത്ത് കുടിച്ചില്ലെങ്കിൽ മോശമല്ല. എനർജി ഡ്രിങ്ക്. അഗ്നിപർവ്വതത്തിന്റെ ശിലാകേന്ദ്രത്തിലുള്ള ചൂടിന്റെ അംശമാണ് എന്നാണ് പറയുന്നത്. മുകളിലോട്ട് ഒരു വഴി കിടക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ട്രെക്കിങ്ങിന് അവസരം കിട്ടിയാൽ വിടുമോ? നേരെ വെച്ച് പിടിച്ചു. സംഭവം ചില്ലറക്കാരനല്ലായിരുന്നു, കുറെ അങ്ങ് കേറി. വേണ്ടി വരും. താഴെ വാട്ടർഫോൾ, അതിന് നേരെ മുകളിൽ. സാധാരണ എല്ലാവരും വാട്ടർഫോളിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്നത്. അതെ, ഞങ്ങൾ ഏറ്റവും മുകളിൽ നിന്നാണ്. വാട്ടർഫോളിന്റെ മുകളിൽ നിന്ന്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി. എനർജി ഡ്രിങ്ക് കുടിക്കും. വെള്ളച്ചാട്ടത്തിൽ നിന്ന് എടുത്ത വെള്ളം ഇവിടെ വെച്ചിട്ടാണ് മുകളിലോട്ട് കയറിപ്പോയത്. ട്രെക്കിങ്ങിന്റെ ക്ഷീണമാകാൻ അത് നന്നായി ഉപകരിച്ചു. താഴേക്ക് ഇറങ്ങി വരുന്ന വഴിക്കാണ് മുകളിൽ നിന്നുള്ള വ്യൂവിന്റെ ആ ഭംഗി കാണുന്നത്. നമ്മൾ കയറിപ്പോയത് കണ്ട് കുറച്ച് ജപ്പാൻകാരെന്തേ കയറി വരുന്നു. വീഡിയോ അവസാനിക്കും മുമ്പ് ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കും, മുകളിൽ നിന്നുള്ള വ്യൂ. ഇത്രയും നല്ലൊരു വീഡിയോ ഇട്ട് വന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നാലും ലൈക്ക് ചെയ്യാതിരുന്നാലും ഒക്കെ മോശമല്ലേ? പുതിയ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.
വാച്ചിങ് ദ വീഡിയോ. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വീഡിയോകൾ മിസ്സാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക. താങ്ക്